ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മീനാക്ഷിയും ആകാശും കൂടെ വല്ലാത്ത ധർമ്മസങ്കടത്തിലാണ്. കറങ്ങാൻ പോകാനോ ഒരു ഹോട്ടലിൽ പോയി നല്ല ഭക്ഷണം കഴിക്കാനോ ഒന്നിനും പറ്റാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് പിറ്റേ ദിവസം തന്നെ തിരിച്ച് വീട്ടിലേക്ക് വരേണ്ട കാര്യം കൂടെ ഉണ്ടല്ലോ. നമ്മുടെ ആകാശാണെങ്കിൽ നേരെ ആര്യനെ വിളിക്കുക കേട്ടോ. ആര്യനെ വിളിച്ചിട്ട് സംഭവങ്ങളെല്ലാം കൃത്യമായി പറയാണ്. അത് കഴിഞ്ഞിട്ട് ആര്യൻ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. എന്തിനാടാ നീ ഇങ്ങനെ ചിരിക്കണേ? എൻ്റെ കൊച്ചേട്ടാ, ഇത്രയും പേടിത്തൊണ്ടനാവരുത്. അച്ഛനെ പേടിച്ച് എത്ര കാലം ഇങ്ങനെ ജീവിക്കാൻ പറ്റും? എടാ അതല്ല, അച്ഛനോടുള്ള ആ ഒരു പേടിയെ എൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന് പോയി. ഇനി എന്ത് ചെയ്യാൻ പറ്റും? അത് മാറ്റണം. നിങ്ങളൊരു കാര്യം ചെയ്യും, അവിടെ സ്ഥലങ്ങളെല്ലാം കണ്ട് മെട്രോയൊക്കെ കറങ്ങി നടന്ന് എല്ലാവരും നല്ല റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ച് അടിച്ച് പൊളിച്ചിട്ട് ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ട് വന്നാൽ മതി ഏട്ടാ. പോടാണീറ്റ്. എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ എങ്ങനെ വരും? അച്ഛൻ അറിഞ്ഞാൽ ആകെ പ്രശ്നമാവും. അച്ഛനാണെങ്കിൽ വിളിച്ചുകൊണ്ടിരിക്കുക ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി. ഒരു കാര്യം ചെയ്യേട്ടാ, ഞാൻ പറഞ്ഞുതരാം. ഏട്ടൻ നാളെ എന്തായാലും അച്ഛൻ വിളിക്കുമ്പോൾ ഫോൺ എടുക്കണ്ട, ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ആക്കി വെക്കണം. അയ്യോ എനിക്കങ്ങ് വയ്യ. പിന്നല്ലാണ്ട് പറയണതൊന്നി കേൾക്കാൻ നിൽക്ക്. അല്ലാണ്ട് അച്ഛനെ പേടിച്ച് ഇങ്ങനെ ജീവിക്കല്ലേ വേണ്ട. ഭാര്യയോട് ചില കടമകളൊക്കെ ഉണ്ട്, അതങ്ങോട്ട് ചെയ്യാൻ നോക്ക്. അതാണ് ആദ്യം ചെയ്യേണ്ടത്. എടാ, വന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവില്ലേ? അത് വന്നു കഴിഞ്ഞിട്ടല്ലേ? വന്നു കഴിയുമ്പോൾ എന്തായാലും കുറേ ചോദ്യം ചെയ്യലും വഴക്ക് പറച്ചിലും ഒക്കെ ഉണ്ടാവും. ആ സമയത്ത് ഇത്തിരി പേടിച്ചും മാറിയൊക്കെ നിന്നാൽ മതി. അപ്പം അച്ഛനങ്ങ് സന്തോഷമായിക്കളും. സ്ഥിരം ഇതാണല്ലോ സ്വഭാവം, അച്ഛൻ്റെ സ്വഭാവം. ഇത്രയും കാലമായിട്ട് കൊച്ചേട്ടന് മനസ്സിലായിട്ടില്ലേ? അതുകൊണ്ട് ഞാൻ പറയാം, നാളെ ഒരു ദിവസം നിങ്ങൾ എന്തായാലും മീറ്റിംഗ് ഒക്കെ കഴിയുമല്ലോ, ഇങ്ങോട്ട് വരണ്ട. ഒരു ദിവസം അവിടെ നിന്ന് അടിച്ച് പൊളിച്ചിട്ട് മറ്റന്നാൾ വന്നാൽ മതി. അപ്പോൾ അച്ഛൻ വിളിക്കുവാണെങ്കിൽ ഫോൺ എടുക്കുകയും വേണ്ട, സ്വിച്ച് ഓഫ് ആക്കി അങ്ങ് വെച്ചാൽ മതി. എന്തെങ്കിലും കാരണം നമുക്ക് പിന്നീട് പറയാം. എല്ലാം കഴിഞ്ഞ് തിരിഞ്ഞ് വരുമ്പോഴത്തേക്കും അച്ഛൻ്റെ വാരിക്കണ വൃത്തിയായിട്ട് കേൾക്കുകയും കിട്ടുകയൊക്കെ ചെയ്യും. അതങ്ങോട്ട് വാങ്ങിച്ച് പിടിക്കണം, ഒരു കുഴപ്പമില്ല. നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കേണ്ടത് ഈ പ്രായത്തിലല്ലേ കൊച്ചേട്ടാ. എല്ലാവർക്കും പ്രായങ്ങൾ പെട്ടെന്ന് മുന്നോട്ട് പോവുക. വയസ്സാകുമ്പോഴല്ല ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ നടത്തേണ്ടത്. ചെറുപ്പക്കാരായിരിക്കുമ്പോഴാണ് ഇതൊക്കെ നടക്കേണ്ടത്. പിന്നീട് ഇരുന്ന് ദുഃഖിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ പറയണത് മര്യാദയ്ക്ക് കൊച്ചേട്ടൻ കേൾക്കുന്നുണ്ടോ ഇല്ലയോ? ഇല്ലെങ്കിൽ അച്ഛൻ്റെ വാക്കും കേട്ട് നേരെങ്ങി പോരെ, എന്താണെന്ന് വെച്ചാൽ ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് ആര്യൻ ദേഷ്യം പിടിപ്പിക്കുക കേട്ടോ. അങ്ങനെ ആകാശ് പറയണുണ്ട്, ആര്യൻ്റെ വാക്ക് എടാ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലേ? പ്രശ്നമൊക്കെ ഉണ്ടാവും, അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴായിരിക്കും പ്രശ്നം ഉണ്ടാവുക. അത് നമുക്ക് തരണം ചെയ്യാന്നുള്ളതല്ലേ ഉള്ളൂ. ഏട്ടൻ അടിച്ച് പൊളിക്കുക എന്നും പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുക കേട്ടോ. മീനാക്ഷിയും കൊണ്ട് എന്തായാലും കറങ്ങാൻ പോകുന്നുള്ള തീരുമാനത്തിൽ ആകാശിൻ്റെ ഈ ഒരു വെപ്രാളവും പിടിച്ചിലും കണ്ട് ആര്യന് ഫോൺ വെച്ചിട്ട് ചിരിയാ വരുന്നത്. രാത്രിയാകുമ്പോൾ ആര്യൻ വരാൻ ലേറ്റാണല്ലോ. ഗോമതിയും ഇത്രയും കൂടെ ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് കാത്തിരിക്കുന്നുണ്ട് ആര്യൻ വരാനായിട്ട്. അപ്പോൾ ആര്യൻ ഇത്രയും സമയമായിട്ട് വന്നില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞിരിക്കും. വരൂ അപ്പച്ചി, എന്നും ലേറ്റായിട്ട് തന്നെയല്ലേ വരുന്നത്, പിന്നെ എന്താ ഇവൻ എന്താ ഇങ്ങനെ കുറച്ചുകൂടിയൊക്കെ നേരത്തെ വന്നുകൂടെ എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആര്യൻ വരിക കേട്ടോ. ആര്യൻ വന്നുടനെ ഓടിപ്പോയി ഗോമതി, മോനെ എന്താ നീ ഇത്ര ലേറ്റ് ആയതെന്ന് മൈൻഡ് പോലും ചെയ്യണില്ല കേട്ടോ. ആര്യനും അമ്മയും തമ്മിൽ ചെറിയൊരു പിണക്കമുണ്ടല്ലോ, ഇന്നാളത്തെ ഒരു വഴക്ക്. അപ്പോൾ ഉടനെ തന്നെ ആര്യൻ നേരെ മിത്രയോട് പറയാം, മിത്രേ എനിക്ക് വിശക്കുന്ന എന്തെങ്കിലും കഴിക്കാൻ എടുക്കുന്ന ബാഗെല്ലാം കൊണ്ടുവച്ച് ഡൈനിങ് ടേബിളിലേക്ക് വന്നിരിക്കുന്നതും ശ്രീദേവി ഓടിക്കൊണ്ട് വരിക കേട്ടോ. എന്നിട്ട് ആര്യനുള്ള ഭക്ഷണമൊക്കെ അങ്ങ് വിളമ്പാൻ നിൽക്കുക. ആര്യൻ എത്തിയോ? ഏട്ടത്തി വിളമ്പിത്തരാം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് പാത്രമൊക്കെ കൊണ്ടുവച്ച് കറിയും ചോറും എല്ലാം എടുത്ത് വെക്കുക. ഇത് കണ്ടിട്ട് മിത്രയും ഗോമതി ആദ്യം ഒന്ന് അന്തം വിടുവാണെങ്കിലും ഗോമതി ഇത്തവണ നന്നായിട്ട് പ്രതിരോധിച്ചിട്ടുണ്ട് കേട്ടോ. നേരെ ശ്രീദേവിയുടെ അടുത്ത് എന്നിട്ട് പറയുന്നത്, നീ എന്തിനാ ശ്രീദേവി ചോറ് ആര്യന് വിളമ്പുന്നത്? ഇവിടെ മിത്രയുണ്ടല്ലോ വിളമ്പാനായിട്ട്, അതെന്താ? അങ്ങോട്ട് മാറിക്കേ, മിത്ര വിളമ്പിക്കോളും. അല്ല അമ്മേ, ആര്യന് ഞാൻ വിളമ്പിയാൽ എന്താ കുഴപ്പം? മിത്രയ്ക്ക് എന്ത് കാര്യം അറിയാം? മിത്ര കൊച്ചുകുട്ടിയല്ലേ, അവൾക്ക് പഠിക്കാനും ഒക്കെ ഉള്ളതല്ലേ, ഞാൻ തന്നെ ചെയ്തോളാം എന്ന് വലിയ ഗമയിൽ പറയാം കേട്ടോ. അപ്പോൾ ഗോമതി പറയുന്നുണ്ട്, കല്യാണം കഴിഞ്ഞ നാൾ മുതൽ ആര്യൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്ന മിത്രയാണ്, ഇനി അങ്ങോട്ടും അവൾക്ക് തന്നെ നോക്കാൻ അറിയാം, അത് കുഴപ്പമില്ല, മിത്ര അങ്ങോട്ട് മാറി നിൽക്കുക എന്ന് പറഞ്ഞ് മിത്ര അങ്ങോട്ട് തള്ളി മാറ്റും കേട്ടോ. ഗോമതിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് ശ്രീദേവിയുടെ മുന്നിലിട്ട് കൈ ചൂണ്ടി നിന്നിട്ട് പറയാം, നിന്നോടല്ലേടി പറഞ്ഞത് അങ്ങോട്ട് മാറാനായിട്ട്, നീ എന്തിനാ അവന് വിളമ്പുന്നത്? നീ നിൻ്റെ ഭർത്താവിന് മാത്രം ആഹാരം വിളമ്പി കൊടുത്താൽ മതി, പിന്നെ ബാക്കിയുള്ള എല്ലാവരുടെയും കാര്യങ്ങൾ നീ നോക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ആര്യൻ്റെ കാര്യം നീ നോക്കണ്ട, അതിന് അവൻ്റെ ഭാര്യയുണ്ട്, ഇവിടെ മിത്രയുണ്ട്, നോക്കിക്കോളും. അല്ല അമ്മേ, ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചില്ല, നീ എന്ത് ഉദ്ദേശിച്ചതായാലും ശരി തന്നെ, അങ്ങോട്ട് മാറാനല്ലേ നിന്നോട് പറഞ്ഞത്, നീ പോയി കിടക്ക്. അല്ല അമ്മേ, എനിക്കതിന് കുഴപ്പമില്ലെന്ന് നീ തീരുമാനിച്ചാൽ മതിയോ? നേരം വെളുത്ത് 4-ന് എണീറ്റ് മുറ്റവും അവിടെ ഇവിടെയൊക്കെ വൃത്തിയാക്കി കോലവും വരച്ച് വീട്ടുപണിയും ചെയ്ത് എല്ലാം ഇരിക്കുന്നവളല്ലേ നീ, ഇനി എന്തിനാ നിനക്ക് പാതിരാത്രിയിലും ഉറങ്ങാൻ സമയമായില്ലേ? അത് കുഴപ്പമില്ലമ്മേ, കുഴപ്പമുണ്ട്, മര്യാദയ്ക്ക് പോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും പോണില്ല കേട്ടോ ശ്രീദേവിക്ക്. അവസാനം ദേഷ്യം വന്നിട്ട് ഗോമതി ദേഷ്യത്തോട് തന്നെ കൈ ചൂണ്ടി പറയാം, നിന്നോടല്ലടി പോകാൻ പറഞ്ഞത്. അപ്പോൾ തന്നെ പേടിച്ച് വിറച്ചും പിന്നെ വഴക്കിട്ടേനെ ചമ്മി നാറി നേരെ അങ്ങോട്ടകത്ത് കേട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ.
ശ്രീദേവി ഇത് കണ്ടിട്ട് മിത്ര ആര്യനെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് മിത്രയോട് ഗോമതി പറയുന്നുണ്ട്, നീ അങ്ങോട്ട് ചോറൊക്കെ വിളമ്പി കൊടുക്കവനെ ചെയ്യ എന്ന് പറയാം. എന്നിട്ട് മിത്ര ആഹാരം എല്ലാം വിളമ്പി വെച്ച് കൊടുത്തിട്ട് പറയുന്നുണ്ട്, നീ പെട്ടെന്ന് അവന് എല്ലാം എടുത്ത് കൊടുത്തിട്ടേ, പാത്രങ്ങളൊക്കെ ഇഷ്ടംപോലെ അവർ കിടപ്പുണ്ട്, എല്ലാം കഴുകി എല്ലാം വെച്ചിട്ട് വേണം കിടക്കാൻ കേട്ടോ മിത്ര എന്ന് പറയാം. ശരി അപ്പച്ചി. ഓ പിന്നെ ഇനി പറയണത് പതുക്കെ പറഞ്ഞില്ലെങ്കിൽ ഇനി അത് കേൾക്കണമെങ്കിൽ പാതിരാത്രി മുഴുവനും ഓടി വന്നിട്ട് അവിടെ വന്നിരുന്ന് കുത്തിയിരുന്ന് പാത്രം കഴുകാൻ തുടങ്ങും. ഓ എവിടുന്നാവോ പൊട്ടി മുളച്ച് വരണത്, ഒരു കാര്യം പറയാൻ പറ്റില്ല, അപ്പോഴിങ്ങി ചാടി വന്നോളും എല്ലാവരുടെയും മുമ്പിൽ. ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും നീ എന്തിനെ കയറി ഇടപെടുന്നതും കൂടെ രണ്ട് വഴക്ക് വെച്ചെടുത്തിട്ടുണ്ടോ. അതും കണ്ട് കരഞ്ഞും കൊണ്ടാണ് നേരെ ശ്രീദേവി പോണട്ടോ മുറിയിലേക്ക്. അപ്പോൾ മിത്രയോട് ആര്യം ചോദിക്കുന്നുണ്ട്, എന്താ മിത്രയെ അമ്മയ്ക്ക് ഭ്രാന്തളകിയതുപോലെയാണല്ലോ, എന്തു പറ്റി? ഇന്നൊരു സംഭവം നടന്നു. അതേ ഉച്ചയ്ക്ക് ചോറും കെട്ടി നേരെ അച്ഛനെ കൊണ്ടുപോയിരിക്കണു ശ്രീദേവി ചേച്ചി, അതിൻ്റെ ചുരുക്കമാണ്. എന്നിട്ടോ അതെല്ലാം കഴിച്ചിട്ട് ഇവിടെ വന്ന് അങ്ങ് പുകഴ്ത്തൽ തുടങ്ങി മരുമകളെക്കുറിച്ച്, അമ്മ ചെയ്തതിന് എല്ലാത്തിനും കുറ്റം. എന്നിട്ട് അമ്മ ഇത്രയും കാലമായിട്ട് നേരെ ആഹാരമൊന്നും കൊടുത്തില്ലല്ലോ എന്നും പറഞ്ഞ്, ചോറ് കൊണ്ട് കൊടുത്തില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അപ്പച്ചീനെ കുറേ പറഞ്ഞു. അപ്പച്ചിക്ക് സഹിക്കുമോ? അതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ ചുരുക്കമാണ് ഇപ്പോൾ തീർക്കണേന്ന് പറയാം. അപ്പോൾ ആര്യം പറയുന്നുണ്ട്, അല്ലെങ്കിൽ അമ്മ കടയിൽ പോകുന്നതൊന്നും അച്ഛന് ഇഷ്ടമല്ല, പണ്ടങ്ങാണ്ടോ ഒരിക്കൽ പോയിട്ടുള്ളത് തന്നെ അച്ഛൻ എന്തൊക്കെയോ വഴക്ക് പറഞ്ഞ് വിട്ടിട്ടുള്ളതായിട്ട് അറിയാം. പിന്നെ എന്നിട്ട് ചെന്നില്ല എന്നുള്ള കുറ്റവും പരാതിയും, എന്തിനാ അച്ഛൻ ഇങ്ങനെ തന്നെ അമ്മയെ ചുമ്മാ ദേഷ്യം പിടിപ്പിക്കും. അപ്പോൾ മിത്ര പറയുന്നുണ്ട്, അത് ശരിയാ ആര്യ, അങ്കിൾ അവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. അത് കേട്ട് പാവം അപ്പച്ചിക്ക് ദേഷ്യവും സങ്കടവും ഒക്കെയായി. എപ്പോഴും ഇങ്ങനെ മരുമകൾ ഒരാളെ തന്നെ പൊക്കി പറയണ കേൾക്കുമ്പോഴേ അപ്പച്ചിക്ക് നല്ല സങ്കടമുണ്ട്. ഇത്രയും കാലം അപ്പച്ചിയല്ലേ ഇവിടെ കിടന്ന് അധ്വാനിച്ചത്, എന്നിട്ടിപ്പോൾ പേര് മുഴുവനും പുതിയതായിട്ട് വന്ന ഒരാൾക്കും അതിൻ്റെയൊക്കെ ഇതാ എന്ന് പറഞ്ഞിട്ട് ആര്യനോട് പറയാം. ആര്യ പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്, ഇന്ന് ട്യൂഷൻ എടുത്തു വിട്ടോ ഞാൻ. ആണോ? പറഞ്ഞിരുന്നതിനിടയ്ക്ക് പിള്ളേർ വരെയും ചെയ്തു. ഇന്ന് 2 കുട്ടികൾ വന്നിട്ടുണ്ട്. ഞാൻ ട്യൂഷനൊക്കെ തുടങ്ങി. ഇനി 2 ദിവസം കൂടെ കഴിയുമ്പോൾ അടുത്ത കുട്ടികൾ വരും. 2 4 ആവും, 4 10 ആവും, 10 20 ആവും, ഇങ്ങനെ വലുതാവും. നല്ല സംരംഭമാണല്ലോ, നടക്കട്ടെ, അങ്ങനെ വലുതാക്കി കൊണ്ടുവാ. പിന്നൊരു കാര്യം, ഇതൊക്കെ നീ അച്ഛനോട് പറഞ്ഞിരുന്നോ ഇവിടെ? ഇല്ല, ഇതുവരെയായിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി പറഞ്ഞാൽ സമ്മതിക്കില്ലേ ആര്യ? ഇനിയിപ്പോൾ ട്യൂഷനൊക്കെ എടുത്ത് തുടങ്ങിക്കഴിഞ്ഞില്ലേ, പിന്നെ ഇനി എന്താ സമ്മതിക്കാതിരിക്കാൻ? അതോ ഇനി ഞാൻ സംസാരിക്കണോ അച്ഛനോട് എന്ന് ആര്യം ചോദിക്കുമ്പോൾ, അയ്യോ വേണ്ടായേ, ഇനി ആര്യം പോയി സംസാരിച്ചിട്ട് ഉള്ളതും കൂടെ കുളമാക്കണ്ട. എന്നാൽ നീ തന്നെ സംസാരിച്ചോ, നമുക്ക് നോക്കാം എന്ന് പറയാം. ശരി, ഞാൻ തന്നെ സംസാരിക്കാം. ഇന്നിപ്പോൾ വന്നപ്പോൾ സംസാരിക്കണമെന്ന് വിചാരിച്ചാണ് ട്യൂഷൻ്റെ കാര്യം. അപ്പോഴാണ് ഇന്നത്തെ ചെറിയ പ്രശ്നങ്ങൾ കാരണം ഞാനതൊന്നും മിണ്ടാൻ പോയില്ല. ഇനി എന്തായാലും രാത്രി വരുമല്ലോ, നേരം വെളുക്കുമല്ലോ, നേരം വെളുത്തുടനെ അങ്കിളിനോട് ഈ കാര്യം പറയാമെന്ന് പറയാം. മുറിക്കകത്ത് ശ്രീദേവി ചെന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആനന്ദ് നോക്കുമ്പോൾ, എന്തിനാ ശ്രീദേവി നീ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത്? ഞാൻ ചിരിക്കുകയാണോ? എന്നെ കണ്ടിട്ട് ചിരിക്കണ പോലെ തോന്നണുണ്ടോ ആനന്ദേട്ടന്? നീ കരയാണോ? എന്ത് പറ്റി ശ്രീദേവിന്ന്? ശ്രീദേവിയിലെ ആള് അതേ ആനന്ദേട്ടാ, ഇവിടെ എല്ലാവരും എനിക്ക് ഒരുപോലെ തന്നെയല്ലേ. ആര്യൻ എൻ്റെ എൻ്റെ സ്വന്തം അനിയനല്ലേ. ആര്യൻ വന്നു അപ്പോൾ എൻ്റെ സ്വന്തം അനിയനെ പോലെ തോന്നിയിട്ട് എന്നെ ആര്യന് ഞാൻ ഭക്ഷണം വിളമ്പി കൊടുക്കാമായിരുന്നു. അപ്പോഴാണ് അമ്മ ഓടി വന്ന് പറയുന്നത്, ആര്യൻ്റെ കാര്യം നീ നോക്കണ്ട, നിൻ്റെ ഭർത്താവിൻ്റെ കാര്യം നോക്കിയാൽ മതി, ആര്യൻ്റെ കാര്യം നോക്കി, അവൻ്റെ ഭാര്യയുണ്ട് മിത്രയുണ്ടെന്നൊക്കെ. എന്നിട്ട് എനിക്ക് വലിയ സങ്കടമായിപ്പോൾ. എന്തിനാ എന്നെ ഇങ്ങനെ പറഞ്ഞത്? അയ്യോ ഇത്രയേ ഉള്ളൂ, ഇതിനാണോ നീ കരയണത്? അത് കുഴപ്പമില്ല, അമ്മ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, അത് നല്ല കാര്യം തന്നെയല്ലേ, ആര്യൻ്റെ കാര്യം അവൾ നോക്കട്ടെ, അതല്ലേ നല്ലത്. അങ്ങനെയല്ല, അല്ലെങ്കിലും അമ്മയ്ക്ക് എന്നോട് ചെറിയ പക്ഷഭേദമുണ്ട്, മീനാക്ഷിയോടും മിത്രയോടും ഒക്കെ സ്നേഹം കൂടുതൽ. അയ്യയ്യേ അങ്ങനെയൊന്നും പറയില്ലേ, എൻ്റെ അമ്മ പഞ്ചപാവ, അമ്മ ആരെയും ഒന്നും പറയില്ല, അമ്മയ്ക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പിന്നെ നീ ഇപ്പോൾ പറഞ്ഞതൊക്കെ നിൻ്റെ തെറ്റിദ്ധാരണയാണ്, ഇനി നീ അങ്ങനെയൊന്നും ചിന്തിക്കുക പോലും ചെയ്യല്ലേ. അല്ലെങ്കിലും എൻ്റെ ഭർത്താവല്ലേ ആനന്ദേട്ടൻ, എനിക്ക് എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യേണ്ട ആനന്ദേട്ടനല്ലേ, ആനന്ദേട്ടൻ എൻ്റെ കൂടെ നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ ആനന്ദിനെ ഇരികേറ്റി കൊടുക്കുകയാണ്. അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ലാന്നും അമ്മേനെ എല്ലാവരുടെ മുമ്പേ വെച്ച് എന്നെ വഴക്കും പറഞ്ഞു, എനിക്ക് നാണക്കേടായി എന്നൊക്കെ പറയാം. അപ്പോൾ ആനന്ദ് പറയാണ്, ശ്രീദേവി നീ വിഷമിക്കാതെ, നിൻ്റെ കൂടെ ഞാനുണ്ട്, നിൻ്റെ എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ട് ഞാനുണ്ടല്ലോ. പിന്നെ എന്താ, ഇനി നീ ഇങ്ങനെയുള്ള ചിന്തയൊന്നും എടുക്കില്ലേ, ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാക്കി കൊണ്ട് നടക്കുകയും ചെയ്യരുത് കേട്ടോ. അമ്മ പാവം, അമ്മയുടെ സ്നേഹത്തോടെ അങ്ങ് പോയാൽ മതി എന്നങ്ങ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അങ്ങനെ ശ്രീദേവി എന്നിട്ട് പറയും, നമുക്കിനി ലൈറ്റ് അടച്ച് ഉറങ്ങിയാലോ ശ്രീദേവി? ശരി ആനന്ദേട്ടാന്ന് പറഞ്ഞ് അവർ ഉറങ്ങാൻ കിടക്കുകയാണ്. തൊട്ടപ്പുറത്ത് ഒരു ബാലൻ വലിയ ഗമയിൽ വന്നിട്ട് ഗോമതിയോട് പറയേണ്ട, ഗോമതി എനിക്കൊരു ഗ്ലാസ് വെള്ളം ഇങ്ങെടുത്തെന്ന്. തൊട്ടടുത്താണ് വെള്ളം ഇരിക്കുന്നത്, എന്നിട്ടും എടുത്ത് കുടിക്കുന്നുമില്ല. ഗോമതിയോട് ചോദിക്കുകയും ചെയ്യണം. ഗോമതി ഷീറ്റും തലേണയും ഉറയൊക്കെ മടക്കിയൊക്കെ ഇടുകയാണ് കേട്ടോ. ഗോമതി മൈൻഡ് പോലും ചെയ്യണില്ല. ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ലേ നീ? എനിക്കൊരു ഗ്ലാസ് വെള്ളം തരാനാണ് പറഞ്ഞത്.
കുറേ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നുണ്ട്. എന്നിട്ടും ഗോമതി മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് അടുത്ത് നിന്നിട്ട് വീണ്ടും ചോദിക്കുന്നുണ്ടോ. അപ്പോൾ ഗോമതി പറയണം, എന്താ വെള്ളം ചോദിക്കാൻ എന്തിനാ എന്നെ വിളിച്ചത്? ശ്രീദേവി മോളെന്താ എടുത്ത് തരത്തില്ലേ? ഉച്ചയ്ക്ക് ആഹാരമൊക്കെ കൊണ്ടുവന്ന് വലിയ പുകഴ്ത്തലുണ്ടല്ലോ. ഓ, അപ്പോൾ അതാണോ കാര്യം? അത് ശരി. എടി അത് പിന്നെ നീ എന്താ പറയണത്? അത് പിന്നെ കൊണ്ടുവന്ന ആഹാരം നല്ലതാണെങ്കിൽ നല്ലതാണെന്നല്ലേ പറയണം. ശരി തന്നെ എന്ന് പറയണം. തൊട്ടടുത്തതിൻ്റെ ചാർജർ എന്തെയും ചോദിക്കുക കേട്ടോ. ഉടനെ ഗോമതി മൈൻഡ് ചെയ്യണില്ല. വീണ്ടും ചോദിച്ചുകൊണ്ട് നടക്കുന്ന ചാർജർ എന്ത് ചെയ്യണം? എനിക്കറിയില്ല. എന്താന്ന് വെച്ചാൽ ബാലേട്ടൻ എവിടെയാണ് കൊണ്ടുവച്ചാൽ നോക്ക്, അല്ലെങ്കിൽ ശ്രീദേവിയെ മോളെ വിളിച്ച് ചോദിക്കുക. നീ എന്തിനാടി ഇങ്ങനെ അവളെ കുറ്റം പറയണം? അല്ല പിന്നെ ഇത്രയും കാലമായിട്ട് ഞാൻ കടയിൽ വന്നിട്ട് ഇന്ന് വരെങ്കിലും നിങ്ങൾ എന്നെ കടയിൽ വരാൻ സമ്മതിച്ചിട്ടുണ്ടോ? പണ്ട് അനുമോള് ചെറുതായിരുന്നപ്പോൾ ഞാൻ കടയിൽ വന്നപ്പോൾ എന്നെ എന്തെല്ലാമാ പറഞ്ഞു വിട്ടത്? ശരിക്കും പറഞ്ഞു വിട്ടില്ലേ? അവിടെ വെച്ച് ആൾക്കാരുടെ മുന്നിൽ വെച്ച് 10-15 മിനിറ്റ് അവിടെ നിന്ന് എന്നെ വഴക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു. എന്തിനാ ഇങ്ങോട്ട് വന്നത്? കടയിൽ വേറെ ജോലിയില്ല നിനക്ക്? പെണ്ണുങ്ങളൊക്കെ ഒരുങ്ങിക്കെട്ടി വരേണ്ട ആവശ്യമുണ്ടോ? വീട്ടിലിരുന്നാൽ പോരെ? എന്തൊക്കെയാണ് പറഞ്ഞ് അതും പോരാ. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് അതിൻ്റെ ബാക്കി ഞാൻ പിന്നെയും കേൾക്കേണ്ടി വന്നു. എന്നിട്ട് ഇപ്പോൾ ശ്രീദേവി മോള് വരുന്നതിനൊരു കുഴപ്പമില്ല, ആഹാരം കൊണ്ട് തരുന്നു, എന്തൊക്കെയാണ് ചെയ്യണം, അതൊന്നും നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലെന്ന് ചോദിക്കുമ്പോൾ ബാലൻ പറയുന്നുണ്ട്, അതെ ഇപ്പോഴാണ് ഈ കടയിൽ നല്ല തിരക്കില്ലേ, അപ്പോൾ പിന്നെ വന്നു പോയിട്ട് കഴിച്ചിട്ട് പോണേക്കാളും നല്ലത് കൊണ്ടുവരുമ്പോൾ അത്രയും സമയം ലാഭിക്കാമല്ലോ. അതുമാത്രമല്ല ചൂടോടെ ഭക്ഷണം കഴിക്കാം, ശ്രീദേവിയുടെ കൈപ്പുണ്യം തന്നെ വലുതല്ലേ എന്നും പറഞ്ഞ് വീണ്ടും അങ്ങനെ തുടങ്ങിയിട്ടോ. അപ്പോൾ ഗോമതി പറഞ്ഞിട്ടുണ്ട്, ഉച്ചയ്ക്ക് നിങ്ങൾ വീട്ടിൽ വന്ന് കുറച്ച് നേരം ഭക്ഷണവും കഴിച്ച് വിശ്രമിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ അതൊരു സന്തോഷമായിരുന്നു. ഇപ്പോൾ അതും കൂടെ ഇല്ലാതാക്കി. മോശം. എന്തോ വലിയ സംഭവം എന്നാണ് വിചാരം. ഒരു മരുമോളും അച്ഛനും വന്നിരിക്കുന്ന ഒരു ബാലച്ചൻ എന്ന് പറഞ്ഞ് പോയി കിടക്കും കേട്ടോ. അപ്പം ബാലൻ മനസ്സിൽ വിചാരിക്കണം, പെണ്ണ് എന്നും പെണ്ണ് തന്നെയാണ്, കുശുമ്പെന്ന് ഉള്ള രീതിയിലാണ് ഇങ്ങനെ സംസാരിക്കുക മനസ്സിൽ വിചാരിക്കണം കേട്ടോ. എന്നിട്ട് കൃഷ്ണമംഗലത്താണെങ്കിലോ അവിടെ രാജശ്രീക്ക് ഇരിപ്പറയ്ക്കണില്ല. ഓടി വന്ന് അച്യുതനോട് ചോദിക്കുന്നുണ്ട്, അച്യുതേട്ടാ നമ്മുടെ കമ്പനിയിലൊക്കെ സാമ്പത്തിക ബാധ്യതയാണോ, പ്രശ്നങ്ങളാവോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ കൂടെ രാജശ്രീ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഈ വീട് ഇത് നമ്മുടെ പേരിലല്ലല്ലോ, അനന്തച്ചേട്ടൻ്റെ പേരിലാണ് ഇരിക്കുന്നത്, നമ്മുടെ കൂടെ പേരിലാക്കണ്ടേ? അതൊന്നും വേണ്ട രാജശ്രീ, തൽക്കാലം ഏട്ടൻ്റെ പേര് തന്നെ ഇരുന്നോട്ടെ, അതൊന്നും മാറ്റണ്ട. ശരി, എന്നാൽ പിന്നെ നമ്മൾ അലോകിന് വേണ്ടിയിട്ടൊരു കല്യാണം എത്രയും വേഗം നോക്കണം, അതെങ്കിലും നടക്കണമെന്ന് പറയാം. അത് നോക്കാം, അവന് കല്യാണപ്രായമായി വരുന്നതല്ലേ ഉള്ളൂ, നല്ലൊരു ബന്ധം തന്നെ നോക്കി നമുക്ക് നടത്താം, സമയമുണ്ടല്ലോ. ഇനി ഒന്നും നടന്നില്ലെങ്കിലും കുഴപ്പമില്ല അച്യുതേട്ടാ, പക്ഷേ അപ്പുറത്ത് ദേവമംഗലംകാരുടെ തകർച്ച അതെങ്കിലും ഒന്ന് നടന്നു കണ്ടാൽ മതിയായിരുന്നു. അതൊന്നും അധികം താമസിക്കില്ലടി, ഉടനെ തുടങ്ങിക്കോളും അത് എന്നിങ്ങനെ വാക്ക് കൊടുക്കാട്ടോ അച്യുതൻ രാജശ്രീക്ക്. നേരം വെളുത്തഴിച്ചു പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഡൈനിങ് ഹാളിൻ്റെ പുറത്തിരുന്നിട്ട് ബാലൻ. അപ്പോഴാണ് നമ്മുടെ ധർമ്മൻ അങ്ങോട്ട് ഓടി വന്നിട്ട് ഈ പത്രത്തിൻ്റെ വാലിലും തുമ്പിലും ഒക്കെ ഉള്ളതൊക്കെ വായിക്കുക കേട്ടോ. അപ്പോൾ ബാലൻ പറയുന്നുണ്ട്, എന്താടാ ധർമ്മ നിനക്ക്, നീ എന്തിനാ ഇങ്ങനെ എത്തിയും വലിഞ്ഞൊക്കെ അതിൽ നോക്കുന്നത്? പത്രം ഒരാൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണോ അതിൻ്റെ ഇടയിൽ കയറി ഇങ്ങനെയൊക്കെ വായിക്കണം? അല്ല എന്നാലും അളിയൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന കാണുമ്പോൾ ഒരു രസം, അതിൻ്റെ ഇടയിൽ കൂടെ വായിക്കുന്നു എന്നും പറഞ്ഞ് അവരുടെ സംസാരത്തിനിടയിൽ ആര്യൻ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ആര്യനോട് ഇത് പറയാം കേട്ടോ. അപ്പോൾ ആര്യൻ പറയാനുണ്ട്, എന്തിനാ മാമ പത്രം വായിക്കാൻ പോണേ, വേറെ പണിയില്ലേ? അതൊക്കെ വയസ്സായ കളവന്മാരാ പത്രം വായിക്കണത്. നമുക്കിപ്പം നല്ല ട്രെൻഡിങ് ആയിട്ടും ന്യൂ ജനറേഷൻ ഫോണുകളും അതും ഇതുമൊക്കെ ഉണ്ടല്ലേ, നമ്മളതിൽ നോക്കി എല്ലാം കിട്ടത്തില്ലേ? അത് ശരിയാ. അപ്പോഴാണ് വലിയ ഗമയിൽ പതിവ് പോലെ തന്നെ ചായയും കൊണ്ട് ശ്രീദേവിയും കൊണ്ട് വരുന്നത് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ കപ്പ് ചായയൊക്കെ എടുത്ത് കൊടുത്തിട്ട് പറയുന്നുണ്ട്, അല്ല പത്രം വായനയ്ക്ക് എന്താ ഇപ്പം കുഴപ്പമാരിക? പത്രം വായിക്കുന്നതാണ് നല്ല, അറിവ് കിട്ടണമെങ്കിൽ പത്രം തന്നെ വായിക്കണം, അല്ലാതെ മൊബൈലും കുത്തിപ്പിടിച്ചിരുന്നാൽ തലച്ചോറും പോവും, ബുദ്ധിയും പോവും, എല്ലാം പോവും. അങ്ങനെ പറഞ്ഞു കൊടുക്കും മോളെ, അങ്ങനെ വേണം, മോളെ കണ്ടുപഠിക്കുക എന്ന് വീണ്ടും പുകഴ്ത്താൻ തുടങ്ങിയിട്ടോ. അപ്പം എന്നിട്ട് ആര്യനെ കുറ്റം പറയാണ്. ആര്യ, പിന്നെ ഞാൻ നിന്നോടൊരു കാര്യം പറയാം, അച്ഛനോട് ഇങ്ങനെ തർക്കിക്കാനൊന്നും നിൽക്കില്ലേ, അച്ഛന് കുറച്ചൊക്കെ ബഹുമാനവും കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടേ, ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ തർക്കുത്തരം പറയണോ? അപ്പോൾ ഉടനെ ധർമ്മം ചെന്ന് പറഞ്ഞിട്ടുണ്ട്, അയ്യോ എൻ്റെ ശ്രീദേവി മോളെ, അവർ അച്ഛനും മോനും അല്ലേ, അവർ തമ്മിൽ എന്തെങ്കിലും കളിയോ തമാശയോ ഒക്കെ പറയണമെങ്കിൽ അതൊന്നും കാര്യമാക്കണ്ട. ഉടനെ ശ്രീദേവി, ഇതാണോ കളിയും തമാശയും? അച്ഛനെന്ന് പറഞ്ഞാൽ അച്ഛൻ്റേതായിട്ടുള്ളൊരു ബഹുമാനവും സ്നേഹവും പരിഗണനയും എല്ലാം കൊടുക്കണ്ടേ? അപ്പോഴാണ് ബാലനുടനെ ശ്രീദേവിക്ക് സപ്പോർട്ട് ചെയ്ത് പറയണം, കാട്ടിക്കൂട്ടുന്നത് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് കാണിച്ചു വെക്കുന്നത്, പിന്നെയാണോ അച്ഛനോടുള്ള സ്നേഹവും ബഹുമാനം ഇവനോ എന്നും പറഞ്ഞ് ആക്ഷേപിച്ച് നിർത്തുകട്ടോ ശ്രീദേവിയുടെ മുമ്പിൽ ആര്യൻ വല്ലാതായി പോവുകയാണ് ചമ്മി. അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ. പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.